വർഷങ്ങളുടെ പ്രവാസ ജീവിതം ഉപേക്ഷിച്ച് നാട്ടിലെത്തുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ സങ്കടമായിരുന്നു. നീ പോകുന്നില്ലേ എന്ന് ചോദിക്കുന്ന അമ്മയുടെ മുഖത്ത് കണ്ടത് നീരസമായിരുന്നു. ഇല്ലമ്മേ, മടുത്തു. ഇനി ഉള്ളതുകൊണ്ട് എന്തേലുമൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ തന്നെ എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. കിടക്കാൻ വീടുണ്ടല്ലോ, അധ്വാനിക്കാൻ കഴിയുമെങ്കിൽ ഭക്ഷണത്തിനും ഒരു കുറവുണ്ടാകില്ല. പിന്നെ എന്തിനാ അമ്മയ്ക്ക് ഇത്ര നീരസം? ചോദിച്ചത് പുഞ്ചിരിയോടെ ആയിരുന്നുവെങ്കിലും മനസ്സിൽ ഒരു നീറ്റലായിരുന്നു. ആ, നീ എന്തേലും കാണിക്ക് എന്നും പറഞ്ഞ് അകത്തേക്ക് പോകുന്ന അമ്മയെ വിഷമത്തോടെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഡാ, നിനക്ക് പെണ്ണൊന്നും കെട്ടാൻ ഉദ്ദേശമില്ലേ എന്ന് കൂട്ടുകാരുടെ ചോദ്യത്തിന് ഇനി ഈ പ്രായത്തിൽ ആര് പെണ്ണ് തരാനാണടാ എന്ന് കൈ മലർത്തി കാണിക്കുമ്പോൾ അതും ശരിയാ എന്നും പറഞ്ഞവർ പൊട്ടിച്ചിരിച്ചു. അതൊരു കളിയാക്കൽ കൂടെയാണെന്ന് മനസ്സിലായെങ്കിലും അവരോടൊപ്പം ഒരു ചിരി കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചു. എടാ, നീ ഇങ്ങനെ വീട്ടുകാർ എന്നൊക്കെ പറഞ്ഞ് നടന്നോ? കണ്ടില്ലേ, ഒരു പണിക്കും പോകാത്ത നിന്റെ അനിയൻ എവിടുന്നോ ഒരു പെണ്ണിനെയും വിളിച്ചിറക്കി കൊണ്ടുവന്ന് നിന്റെ ചെലവിൽ സുഖിക്കുന്നു. പിന്നെ പെങ്ങളും അളിയനും നീ ഗൾഫിൽ പോയതുകൊണ്ട് സ്വന്തമായി ചെറിയൊരു തുണിക്കടയും തുടങ്ങി നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നു. നീയോ ഇവരൊക്കെ ഉണ്ടോ ഉറങ്ങിയോ എന്നും തിരക്കി നിന്റെ ജീവിതം പാഴാക്കുന്നു. ഇനിയെങ്കിലും നീ ഒന്ന് നിനക്ക് വേണ്ടി ജീവിക്ക്. പെണ്ണൊക്കെ സെറ്റാകും. നിനക്കും വേണ്ടടാ കുട്ടിയും കുടുംബവും. കൂട്ടുകാരൻ്റെ വാക്കുകൾക്ക് വെറുതെ തലയാട്ടുമ്പോൾ മനസ്സിൽ ഒരു കുടുംബം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് രാത്രി വീട്ടിലെത്തുമ്പോൾ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും. അളിയനും പെങ്ങളും അനിയനും അമ്മയും എല്ലാം ഇരിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. ഹാ, അളിയൻ വന്നോ? ദേ, അളിയനെ ഫോണിൽ വിളിക്കാൻ തുടങ്ങുമായിരുന്നു ഞാൻ എന്നും പറഞ്ഞ് അളിയൻ ചിരിക്കുമ്പോൾ ഒന്ന് തലയാട്ടി. അപ്പോൾ എല്ലാവരും വന്ന സ്ഥിതിക്ക് കാര്യം പറയാം. അമ്മയാണ് പറഞ്ഞു തുടങ്ങിയത്. എനിക്ക് വയസ്സായി, ഇനി എത്ര കാലം ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഉള്ളതൊക്കെ എല്ലാവർക്കും കൂടെ വീതിച്ചു നൽകാം. നമുക്കുള്ളതൊക്കെ 4 ഭാഗിക്കാം. എൻ്റെ ഓഹരി എൻ്റെ പിറ്റേക്കാലം എന്നെ നോക്കുന്ന ആൾക്ക് അങ്ങനെ വെക്കുമല്ലേ? എല്ലാവരും സമ്മതം പറഞ്ഞപ്പോൾ എന്തോ ഒന്നും പറയാൻ തോന്നിയില്ല ആ നിമിഷം. അറിയാലോ, ആവുന്ന കാലത്ത് അച്ഛൻ്റെ സ്വത്തെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നത് 5 സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീടുമായിരുന്നു. പിന്നെ ഞാൻ കഷ്ടപ്പെട്ടാണ് നിങ്ങളെയൊക്കെ ഇതുവരെ എത്തിച്ചതും ഇതൊക്കെ ഇങ്ങനെ ആക്കിയതും. എൻ്റെ അവകാശം എല്ലാ മക്കൾക്കും ഉള്ളതാണ്. ഈ വീടിരിക്കുന്ന സ്ഥലമാണ്. അത് ചെറിയ മകനായ ഇവന് കൊടുക്കാം. ഇവനാണെങ്കിൽ ഇപ്പോഴും ഒരു കരക്കെത്തിയിട്ടില്ല. പിന്നെ എൻ്റെ പേരിലുള്ള ടൗണിലെ പറമ്പ് മോൾക്കും ഇരിക്കട്ടെ. പിന്നെ നിനക്ക്. അമ്മയുടെ ഭാഗം വെപ്പ് കേട്ടപ്പോൾ ഉള്ളിലൊരു ചിരിയായിരുന്നു എന്നിൽ. അമ്മ പറയുന്ന കുടുംബസ്വത്ത് 5 സെൻറ്റിൽ നിന്ന് 15 സെൻറ്റ് ആക്കിയതും അതിലൊരു വീട് വെച്ചതും താനാണ്. ടൗണിലെ സ്ഥലം അമ്മയുടെ പേരിൽ വാങ്ങുമ്പോൾ പലരും പറഞ്ഞതാണ് അത് വേണ്ട, നിന്റെ പേരിൽ എന്തേലും വാങ്ങിക്കുകയെന്ന്. ആ സ്ഥലം പെങ്ങൾക്കും ഇനിയുള്ളത് ഒരു കടമുറിയാണ്. അത് അമ്മയ്ക്കുള്ളതാണെന്ന് പറയാതെ തന്നെ അറിയാവുന്നത് കൊണ്ട് പതിയെ എഴുന്നേറ്റു. അല്ല, നീയൊന്നും പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ ഇവർക്ക് കൊടുക്കുന്നതിൽ നിനക്ക് എതിർപ്പില്ലെന്നറിയാം. കുറേ കാലമായില്ലേ ഗൾഫിൽ. കയ്യിൽ കുറേ ഉണ്ടാകുമെന്നറിയാം. അതുകൊണ്ട് നിനക്ക് ഇതുപോലെ ഇനിയും ഉണ്ടാക്കാമല്ലോ. അമ്മ എത്ര നിസ്സാരമായാണ് പറഞ്ഞത് ഇനിയും ഉണ്ടാക്കാമല്ലോ എന്ന്. കയ്യിൽ കുറേ ഉണ്ടെന്ന്. കുറേ കാലമായി ഗൾഫിൽ കിടന്നുണ്ടാക്കിയതാണ് ഈ വീതം വെച്ചതെന്ന് അറിയാത്തതാണോ? അമ്മയല്ലേ തീരുമാനിക്കേണ്ടത്. അതുപോലെ കൂടുതലൊന്നും പറയാൻ നിന്നില്ല. അനിയൻ്റെ മുഖത്ത് വല്ലാത്ത സന്തോഷം, അമ്മയുടെയും. അളിയനൊന്ന് നിന്നേ, ഒന്നും പറയാതെ പോയാലെങ്ങനെയാ? പെങ്ങട കെട്ടിയോൻ ഇടയ്ക്ക് കയറി നിന്നപ്പോൾ ഞാൻ തിരിഞ്ഞു. ഇവിടെ അമ്മ പറഞ്ഞത് അളിയൻ കേട്ടതല്ലേ? എന്നിട്ടൊന്നും പറയാനില്ലേ? ചോദ്യം കേട്ടപ്പോൾ പുഞ്ചിരിച്ചു. എല്ലാവരുടെയും സന്തോഷമല്ലേ അളിയ എൻ്റെ സന്തോഷം. പ്രവാസം അത്ര പ്രയാസമൊന്നും അല്ലെന്നേ. അത് പറയുമ്പോൾ ചങ്കൊന്നിടറി. എന്നാ എൻ്റെ വാ അടപ്പിച്ചുകൊണ്ടായിരുന്നു അളിയൻ സംസാരിച്ചത്. അപ്പോൾ ഇവിടുത്തെ മൂത്ത മകന് പറയാനുള്ളത് ഞാനങ്ങ് പറയാം. അമ്മയോടാണ്. ശരിക്കും നിങ്ങളൊരു അമ്മയാണ്. ഒരു മകനെ ഊറ്റി ഒരു പണിക്കും പോവാത്ത മറ്റൊരു മകനെ ഊട്ടുന്നു. ഒരുത്തൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ സ്വന്തം പേരിലാണെന്നുള്ളത് കൊണ്ട് അത് മറ്റുള്ള മക്കൾക്ക് നൽകുന്നു. എല്ലാം ഉണ്ടാക്കിയവൻ നിങ്ങൾക്ക് വെറും വട്ടപൂജ്യം. ദേ ഇരിക്കുന്ന ഒരുത്തൻ ഒരു പണിക്കും പോവാതെ ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ടുവന്ന് അവളുടെ അടിവസ്ത്രത്തിന് വരെ ഏട്ടൻ ഗൾഫിൽ നിന്ന് അയക്കുന്ന കാശിന് കാത്തിരിക്കുന്ന ഒരലവലാതി. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഗൾഫിൽ നിന്ന് കാശ് വരുന്നതിന് മുന്നേ ഈ ഇരിക്കുന്നവൻ്റെ അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്കാൻ നിങ്ങളെപ്പോലെയുള്ള അമ്മമാരുള്ളപ്പോൾ ഇവനൊക്കെ അങ്ങനെ ജീവിക്കൂ. എന്നിട്ട് അവസാനം പണിക്ക് പോവാത്തവന് ബംഗ്ലാവ്. കഷ്ടപ്പെട്ട് അത് ഉണ്ടാക്കിയവൻ പടിക്ക് പുറത്ത്. എന്തായാലും അളിയനൊന്നും പറയാത്തത് കൊണ്ട് ഞാനൊന്ന് തീരുമാനിച്ചു. എൻ്റെ ഭാര്യയ്ക്ക് നിങ്ങളുടെ സ്വത്ത് വേണ്ട. അതും കൂടെ നിങ്ങൾ നിങ്ങളുടെ ഇളയ സന്താനത്തിന് കൊടുത്തു. പക്ഷേ അച്ഛൻ്റെ പേരുള്ള ഈ കുടുംബ സ്വത്ത് അതിവന് കൊടുക്കാൻ സമ്മതിക്കില്ല.
അതെന്തായാലും അമ്മയ്ക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൈ നനയാതെ മീൻ പിടിക്കണ്ട, കേട്ടല്ലോ. അപ്പോൾ ഭാഗം വെപ്പ് അമ്മയുടെ സ്വത്ത് മാത്രം, കുടുംബ സ്വത്ത് അവിടെ കിടക്കട്ടെ. പിന്നെ കുഞ്ഞളിയനോട് നാളെ മുതൽ വല്ല പണിക്കും പോയാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ കെട്ടിയ പെണ്ണ് ഇട്ടെറിഞ്ഞു പോകും, മറക്കണ്ട. അളിയൻ അത്രയും പറയുമ്പോൾ എന്തോ വല്ലാതെ കണ്ണ് നിറഞ്ഞൊഴുകി. തന്നെ മനസ്സിലാക്കുന്ന ഒരാളെ കണ്ട സന്തോഷം. ആരുമില്ലെന്ന് തോന്നിയെടുത്ത് വീട് പോകാതെ പിടിക്കാൻ ഒരു കൈ മുന്നിലുണ്ടെന്ന തോന്നൽ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.